വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫെയ്സാനും ഉണ്ട് എൻ്റെ പേര്. നമ്മൾ ഇന്ന് ഗിവ് അവേയിലെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മ ഗിവ് അവേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിൻ്റെ കമൻറ്റ് ഇപ്പോൾ ഓഫാക്കും ഞാൻ. എന്തായിട്ട് പേടിക്കുന്നു വേണ്ട. അപ്പം ഫെയ്സു അടിപൊളിയല്ലേ ഗിവ് അവേ? എന്തെല്ലാം ഇല്ലെന്ന് പറഞ്ഞെടുത്താ? കവായ് സ്റ്റിക്കറും പിന്നെ ഡയറിയും അല്ലേ? അപ്പം ഡയറി കവായ് സ്റ്റിക്കർ ഇവൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. കുഞ്ഞിപ്പപ്പൂറുണ്ട്. അപ്പം നമുക്ക് അവൻ്റെ വീട്ടിൽ നമുക്ക് ഗിവ് അവേ അനൗൺസ്മെൻറ്റ് ചെയ്യാം. നമ്മൾ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് ഫൈസാനയുടെ കാത്തിരിക്കുന്നുണ്ട്. എന്തെല്ലാം ഇത്താത്ത ചെയ്യുന്നതെന്നെല്ലാം നോക്കിയിട്ട് നമുക്കിത് ഫസ്റ്റ് കവർ ചെയ്യാം. നമ്മളിങ്ങനെ മടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എവിടെ കണക്ക് വെക്കാനുള്ള സ്ഥലമുണ്ട്. ഓക്കെ, വിന്നറിനെ അവൻ തിരഞ്ഞെടുത്തിട്ടില്ല, തിരഞ്ഞെടുക്കും. അപ്പം അതിന് മുന്നേ നമുക്ക് പാക്ക് ചെയ്ത് അത്രയും സമാധാനമാണ്. ഈ ബുക്ക് പാക്ക് ചെയ്ത് ഇനി അടുത്ത നമുക്ക് കവായ് സ്റ്റിക്കർ പാക്ക് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ റോൾ ചെയ്തിട്ട് ഇങ്ങനെ വെക്കാണ്. ശരിക്കും നമുക്ക് റോൾ ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. ഇത് രണ്ടാമത്തെ വിന്നറിനാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ ഗിഫ്റ്റേ ഉള്ളൂ എന്ന് ഞാൻ ഫസ്റ്റത്തെ വീഡിയോ പറഞ്ഞല്ലോ. ഫൈസും രണ്ടും നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഗിവ് അവേൻ്റെ റിസൾട്ട് നമ്മൾ ഇതൊക്കെ അറിയിക്കാൻ പോവാണ്. കമൻസിൽ കുറച്ചല്ലേ വന്നിട്ടുള്ളൂ. ഫസ്റ്റ് നമുക്ക് വന്നിട്ടില്ലേതാ ഹനീഫ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടാണ്. ഹനീഫ എന്ന് പറഞ്ഞ അക്കൗണ്ടാണ് വന്നിട്ടുള്ളത്. വിന്നറിനെ തെരഞ്ഞെടുക്കുന്നത് റോൾ ചെയ്തോ. ഹനീഫ എന്ന് പറഞ്ഞ അക്കൗണ്ടാണ്. 20 hours മുന്നിട്ടിട്ടില്ല. അപ്പം അവർക്ക് കൺഗ്രാജുലേഷൻസ്. ഇനി അടുത്ത വിന്നറിന് ഷെരീഫ് കൂർഗ് എന്ന് പറഞ്ഞ അക്കൗണ്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ ഗൈസ്, നമ്മങ്ങനെ വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തേർഡ് ഗിഫ്റ്റും കൂടി തരണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും സന്തോഷമായി, ഞങ്ങൾക്ക് സന്തോഷമായി. ഗിവ് അവേ ഇത്ര നന്നായിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മളെ വീഡിയോ ഭയങ്കര കുഞ്ഞി ഗിവ് അവേ എന്നല്ല പറയുമ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിക്കില്ല. രണ്ടാളാണ് നമുക്ക് വന്നിട്ടില്ലല്ലോ ഫൈസാനെ. ഫൈസാനിക്ക് കവായ് സ്റ്റിക്കർ വേണമെന്നുണ്ടായി. അപ്പം ഞാൻ പറയും മുണ്ടാണിക്കടുത്ത് എനിക്ക് ഞാനൊരു കവായ് സ്റ്റിക്കർ ഇതേപോലത്തെ മേടിച്ചു കൊടുത്ത്. അപ്പം അവർക്ക് രണ്ടാളെ അക്കൗണ്ടും അഥവാ അവർ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഗിവ് അവേ ഞാൻ തരും. എന്തായിട്ട് തരും. സെറ്റ്. ഹനീഫ എന്ന് പറഞ്ഞ ഷെരീഫ് കൂർഗ് എന്ന് പറഞ്ഞ അക്കൗണ്ടിനാണ് കിട്ടിയത്. അപ്പം ആരാന്നൊന്നും നമുക്കറിയില്ല. നമ്മ ഫോൺ വിളിച്ചു നോക്കണം അല്ലേ വൈസു? ഫസ്റ്റ് വഴി നമ്മൾ അറിയിക്കാറില്ല. ഷെരീഫ് കൂർഗ് എന്ന് പറഞ്ഞ ആളെ നമുക്കറിയില്ല. അപ്പം നമുക്കറിയില്ല ഇത് ആരെ അക്കൗണ്ടാ. നമ്മളെ വീട്ടിലുള്ളവർ അക്കൗണ്ടാ തോന്നുന്നു ഷെരീഫ് കൂർഗ്. ഇത് ഹനീഫ എന്ന് പറഞ്ഞ ആരുമാണ്. നമ്മളെ ടോപ്പ് കമൻറ്ററിൻ്റെ ഗിഫ്റ്റ് വരും. അപ്പോൾ ടോപ്പ് കമൻറ്ററിന് എൻ്റെ ഫ്രണ്ട് നന്നായിട്ട് പ്രതീക്ഷിച്ചിട്ടാ ഈ ഗിഫ്റ്റിന് ന്യൂഹ എന്ന് പറഞ്ഞ. അപ്പോൾ പക്ഷേങ്കിൽ അവൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേങ്കിൽ സാരില്ല, ഇനിയില്ല. ടോപ്പ് കമൻറ്ററിൻ്റെ ഗിഫ്റ്റ് വേറെ ആയിരിക്കുമെങ്കിൽ കിട്ടും. ഓക്കെ, അപ്പം എല്ലാവരും കമൻറ്റോ ലൈക്കോ എന്തും ചെയ്യാം. ഓക്കെ, അങ്ങനെ മാത്രമേ പറയാൻ. നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളുടെ അടുത്ത്. ഓൻ്റെ ഫോണിൽ നിന്ന് ലൈക്കും കമൻറ്റും എല്ലാം ഇട്ടീനി അല്ലേ? എൻ്റെ ഉമ്മൻ്റെ ഫോണിൽ നിന്ന് എല്ലാം ഇട്ടച്ചിനി. പക്ഷെ ഓനിക്ക് കിട്ടിയിട്ടില്ല. മാസത്തെ ടോപ്പ് കമൻറ്റ് ആരായിരിക്കാം എന്നുള്ളതായിരുന്നു തള്ളവേദന. ഇനി അപ്പം അടുത്ത മാസം എന്താ ഗിഫ്റ്റ് എന്ന് ഞാൻ ഈ മാസം പറയൂല. അടുത്ത മാസം ഞാൻ ഒരു പ്രതിഷ്ഠമായ ഗിഫ്റ്റ് നിങ്ങളെ മുന്നിൽ ഞാൻ കൊണ്ടുത്തരും. നല്ല ക്യൂട്ടായിട്ടുള്ള ഡയറി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഡയറി എന്ന് വെച്ചാൽ ഇപ്പം ഒരാൾക്ക് ഡയറി തന്നില്ലേ, ഇനി നമ്മൾ ഡയറി തന്നിട്ട് ഒരു ഉപകാരമില്ല. നിങ്ങൾക്ക് ഒരു ഡയറി തന്ന പോലെ ഒരു RC കാർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
കുഞ്ഞു മക്കൾക്കെല്ലാം കളിക്കാൻ പറ്റും. അപ്പോൾ കവായി സ്റ്റിക്കർ ആർക്കാണ്? ഷെരീഫ് കൂർഗിന്. ഡയറി കിട്ടിയിട്ടില്ല, അത് ഹനീഫ. നമ്മളെ വീഡിയോ സപ്പോർട്ടെല്ലാം ചെയ്യാൻ പറ. സപ്പോർട്ടും ലൈക്കും ഷെയർ കമന്റ് എല്ലാ വീഡിയോക്കും കമന്റ് ഇടാൻ പറ. എല്ലാ വീഡിയോക്കും കമന്റ് ഇട്ടാൽ നിങ്ങൾക്ക് അടുത്ത മാസം ടോപ്പ് കമന്ററിന്റെ ഗിഫ്റ്റ് കിട്ടും. ഓക്കെ, ബൈ.